ഹലോ, എല്ലാവർക്കും മാജിക് ഹബിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റും ഒന്നും അല്ലാതെ വ്ളോഗൊക്കെ എന്താ ചെയ്യാഞ്ഞെന്ന്. അപ്പോൾ ഞാനും കരുതി ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഉള്ള എല്ലാവർക്കും തീർച്ചയായും പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലം അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പൂജപ്പുരയിലാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ദേ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാണുന്ന ശബരി എന്ന് പറയുന്ന ഷോപ്പിലാണ് കേട്ടോ ഞാൻ ക്രാഫ്റ്റ് സാധനങ്ങൾ പൊതുവേ മേടിക്കാറുള്ളത്. നല്ല ഷോപ്പാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് ദേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ദേ ഇവിടെ ഉള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ദേ ഷോപ്പിലേക്ക് കയറാം. ഞാൻ പോയ സമയത്ത് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ടാണ്. എന്ത് സാധനങ്ങൾ എടുക്കുമ്പോഴും ചേട്ടൻ നമ്മുടെ കൂടെ വന്ന് നല്ലത് ഏതാന്ന് എന്നൊക്കെ നമുക്ക് നല്ലതായിട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളുണ്ട് നമുക്ക് നോക്കാവേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ കാണുന്നുണ്ട്. നമ്മുടെ ബർത്ത്ഡേക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറേ ക്യാൻഡിൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിറച്ച് പേപ്പർ, ഇങ്ങനെ ഗിഫ്റ്റ് പേപ്പർ അങ്ങനെയുള്ള പേപ്പറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ത്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അതും എല്ലാം പല പല ഷെയ്ഡ് റേഞ്ചിലും. വിലയെന്ന് വെച്ചാൽ നല്ല ലോ പ്രൈസാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ഇതിന് 3 റുപ്പീസാണ് ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത്. വളരെ പ്രൈസൊക്കെ നല്ല ലോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ഫുൾ പേപ്പറാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോം ഷീറ്റാണ്. ഇത് കളേർഡ് ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു, കളർലെസ് ആയിട്ടുള്ള ഫോം ഷീറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും പല കളേഴ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്രാഫ്റ്റ് പേപ്പറില്ലേ, കളർ പേപ്പറും ഉണ്ട്. അതും എല്ലാം നല്ല അറേഞ്ച്ഡ് ആയിട്ടാണ് കേട്ടോ. എനിക്കതാണ് ഏറ്റവും അവിടെ ഇഷ്ടമായത്. നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ നല്ല സിമ്പിളായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എല്ലാ കളേഴ്സിൻ്റെ ഫോം ഷീറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ വെറൈറ്റി പേപ്പേഴ്സ്, എനിക്ക് പേര് കൂടി അറിയില്ല. തോറും 8 റുപ്പീസാണ്. എല്ലാം നല്ല ലോ പ്രൈസ് ആയിരുന്നു കേട്ടോ എല്ലാം. അതുപോലെ തന്നെ ഇവിടെ പ്രിൻറ്റഡ് പേപ്പേഴ്സ് ഉണ്ട്. പ്രിൻറ്റഡ് പേപ്പേഴ്സിനൊക്കെ 2 റുപ്പീസ് എന്തോ ആയിരുന്നു. അത്രയും ലോ പ്രൈസാണ്. അതുപോലെ തന്നെ ക്രേപ്പ് പേപ്പേഴ്സ് ഉണ്ട്. കളർ പേപ്പർ തന്നെ ചെറുതും ഉണ്ട് വലുതും ഉണ്ടായിരുന്നു. ഇത് ഈ ഒരു പാക്കിന് 13 റുപ്പീസ് ആയിരുന്നു. അതുപോലെ ഇതൊക്കെ ഫോം ഷീറ്റ്സ് ആണ്. അത് ഒരു സെറ്റ് 120 റുപ്പീസ് ആയിരുന്നു. അതിനകത്ത് 12 പീസ് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാ കളറും ഉണ്ടായിരുന്നു. ഇവിടെ മുഴുവൻ ക്രേപ്പ് പേപ്പറാണ് കേട്ടോ. ക്രേപ്പ് പേപ്പർ തന്നെ 2 വെറൈറ്റിയിൽ വരുന്നുണ്ട്. ഒന്ന് നല്ല പ്രൈസ് കൂടിയത്, നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അങ്ങനെയുള്ളതും വരുന്നുണ്ട്, പ്രൈസ് കുറച്ച് കുറവുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല കളറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചൈന പേപ്പർ അങ്ങനെയുള്ള എല്ലാ പേപ്പറും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അതും പല കളേഴ്സിൻ്റെ ചാർട്ട് പേപ്പർ ഉണ്ട്. ലൈറ്റ് കളേഴ്സ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ തന്നെ താഴേക്കായിട്ട് കുറേ ജൂട്ട് ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് വേണ്ട അളവിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പല കളേഴ്സിലുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ മുഴുവൻ ബുക്സ് ആയിരുന്നു കേട്ടോ. ബുക്സ് എന്ന് പറഞ്ഞാൽ പല രീതിക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ബുക്സ് ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് കളറിങ് പാഡാണ്. പിന്നെ നമ്മുടെ ഡയറി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ചെറുതും വലുതും സൈസിലാണ് ഉണ്ടായിരുന്നത്. എല്ലാം നല്ല കുറഞ്ഞ പ്രൈസാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പ്രൈസ് ഒരു 120 കണ്ടാൽ അവിടെ നമുക്ക് മേടിക്കുമ്പോൾ 100, 105 ആ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നല്ലത് സ്കെച്ച് പാഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല കൂടിയ ബ്രാൻഡിൻ്റെയും കുറഞ്ഞ ബ്രാൻഡിൻ്റെയും തന്നെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് ബുക്സാണ്. അത് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസ് ആവട്ടെ, കോളേജ് സ്റ്റുഡൻസ് ആവട്ടെ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ പേപ്പേഴ്സ് ഉണ്ട്. റൂൾഡ് പേപ്പർ, അൺറൂൾഡ് പേപ്പർ എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു എല്ലാം നമുക്ക് ഇഷ്ടമുള്ള നോക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു സെക്ഷനിൽ മുഴുവനായിട്ട് ഫയൽസ് ആയിരുന്നു കേട്ടോ. അതും നല്ല കൂടിയ പ്രൈസിലുള്ളതുണ്ട്, കുറഞ്ഞ പ്രൈസിലുള്ളതുണ്ട്. അതായത് നമുക്ക് ഈ ഓഫീസ് ഫയൽസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫയൽസ് ഉണ്ടായിരുന്നു. പല വെറൈറ്റി ആയിട്ടുള്ള ഫയൽസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. കാരണം നമ്മൾ ജൂട്ടിൻ്റെ ഒക്കെ ഫയൽസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സാധാ 10 റുപ്പീസിൻ്റെ ഫയലാണ്. ഞാനും മേടിച്ചു കേട്ടോ 2-3 ഫയൽസ്. അപ്പോൾ ഇത് ഈ ഒരു ജൂട്ടിൻ്റെ ഫയലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് എല്ലായിടവും കാണാത്ത കുറേ സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്ട്രോ, പേപ്പർ കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് ഇങ്ങനെയുള്ള ഷോപ്സിലൊന്നും അത് കിട്ടാത്തതാണ്, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാൻ പാകത്തുള്ള ബ്ലോക്സും പിന്നെന്താ ബോർഡ് ഗെയിംസിന് ആവശ്യമായിട്ടുള്ള എല്ലാം, ചെസ്, ലൂഡോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് ത്രെഡാണ് കേട്ടോ. അതും പല വെറൈറ്റി ഓഫ് ത്രെഡ് ഉണ്ടായിരുന്നു. അതും ഈ ഒരു ത്രെഡ് ഞാൻ ഒരിടവും കണ്ടിട്ടില്ല, പക്ഷെ നല്ല രസമാണ് കേട്ടോ. അത് കാണാൻ 25 റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ത്രെഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഒരിടവും കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല റെയിൻബോ ഇതിലുള്ള ത്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഈ ഒരു ത്രെഡിങ് നല്ല ഇഷ്ടമായി, ഞാനും മേടിച്ചു കിട്ടും 2 കളറ്. അപ്പോൾ ഇത് 25 റുപ്പീസ് ഈച്ച് ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റ് കളറാണ്. പിന്നെ വുളൻ ത്രെഡ് തന്നെ പല റേഞ്ചിലുള്ളതുണ്ടായിരുന്നു, കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ടായിരുന്നു. ബേബി വൂൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഒരുപാട് കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വണ്ടിയിലേക്ക് ഇടാൻ പറ്റുന്നതും ഫാൻസി ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ ബോൾസ്, പിന്നെ എന്താ ഈ ബബിള് പറഞ്ഞ സൂത്രയല്ലേ, എനിക്കൊരു പേരറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോട്ടിൽ ചെയ്യുമ്പോൾ സ്പോഞ്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് ബ്രഷ് ഉണ്ടായിരുന്നു. അതും പല ബ്രാൻഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് കൂടിയതും ഉണ്ടായിരുന്നു, കുറഞ്ഞതും ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഫ്റ്റ് നൈഫ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സ്പഞ്ച് ഉണ്ടായിരുന്നു. അതും ഈ ഒരു 3 എണ്ണത്തിന് 28 റുപ്പീസ് ആയിരുന്നു റേറ്റ്. അതുപോലെ തന്നെ ഈ ബ്രഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നൈഫ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സിസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയായിട്ട് കുറേ ഫെദേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ കൂടിയ റേഞ്ചും കുറഞ്ഞ റേഞ്ചും ഒക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെയായിട്ട് മറ്റേ പാലറ്റ് നൈഫ് ഉണ്ട്, അങ്ങനെയുള്ള പിന്നെ ഇങ്ങനത്തെ സ്പഞ്ച് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് കട്ടറില്ലേ, അതുണ്ടായിരുന്നു. അതും പല ഷേപ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മേടിച്ചു ഒരെണ്ണം, ഈ ഒരു ലീഫ് ഷേപ്പ് ഉള്ളത് ഞാൻ മേടിച്ചു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റാർസിൻ്റെ, അത് നമുക്കപ്പോൾ കേക്കിൻ്റെ മോൾഡിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഉപയോഗിക്കാം. പിന്നെ കുറേ ബീഡ്സ് ഉണ്ട്, അതും വലിയ ചെറുതും ഒക്കെ ഉണ്ടായിരുന്നു. അതും വലിയ പ്രൈസൊന്നുമില്ല, ഇത്രയും ബീഡ്സിനത് 20 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ബീഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ ഇവിടെ കുറേ ഗ്ലിറ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറേ ഗൂഗ്ലി ഐസ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നേ. കുറേ ക്ലിപ്സും ബീഡ്സും മിറേഴ്സും അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിക്കർ സ്റ്റോൺസ്, അതൊക്കെ 3 രൂപ എന്തോ ആണ് കേട്ടോ ആ ഒരു ഇതിന്. അപ്പോൾ അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് കളേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രൈസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ ഷോപ്പിൽ വന്ന് മേടിക്കണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വർത്ത് ആയിട്ട് ഉണ്ടാവുള്ളൂ. നമുക്കിപ്പോൾ ഒരു 300 രൂപയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പ് ചെയ്യണേക്കാളും ഇവിടെ വന്ന് മേടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സ്, പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്താണ് എനിക്ക് സംഗതികൾ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാൾ സ്റ്റിക്കേഴ്സ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലീവ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നേ ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീട് ഡെക്കർ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമായിരിക്കും സ്റ്റെൻസിൽസ് അല്ലേ. അപ്പോൾ സ്റ്റെൻസിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. അതും പല രീതിക്കുള്ളത്, അതായത് നമ്മുടെ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നേ. ഇവിടെയായിട്ട് കുറേ ഗ്ലൂ ഗൺ അങ്ങനെയുള്ള കുഞ്ഞും വലുതുമായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നേ.
അതുപോലെ തന്നെ ഇവിടെയായിട്ട് കുറേ ബ്രഷസ് ആണ് ഉണ്ടായിരുന്നത്. അതും ഫ്ലാറ്റ് ബ്രഷ് ഉണ്ടായിരുന്നു, നമ്മുടെ സാധാ പോയിൻറ്റഡ് ബ്രഷ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാ ബ്രഷും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ കുറേ ബ്രാൻഡിൻ്റെ ബ്രഷ് ഉണ്ടായിരുന്നു. ഈ ഒരു സെക്ഷൻ നമുക്ക് ഇഷ്ടമുള്ള നോക്കി തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്കുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഏറ്റവും ഫേവറേറ്റ് സെക്ഷൻ, അതായത് നമ്മുടെ സ്വന്തം പെയിൻറ്റിലേക്കാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് അത് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റിൻ്റെ തന്നെ ഇവിടെ സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അല്ലാതെ സാധാ നോർമൽ നമ്മുടെ ഫാബ്രിക്കേറ്റിംഗ് ഫെവിക്രിലിൻ്റെ അങ്ങനെ എല്ലാ ബ്രാൻഡിൻ്റെ കളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ വലിയ ബോട്ടിലും വരുന്നുണ്ടായിരുന്നു, ചെറിയ ബോട്ടിലും വരുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ ഫുള്ള് നമ്മുടെ വാർണിഷാണ്, മോഡ് പോഡ്സ്, സ്പ്രേ വാർണിഷ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കളർ പെൻസിൽസ് ആണ്. അത് ചെറുതും വലുതും, ക്രയോൺസ് ആവട്ടെ, വാക്സ് ക്രയോൺസ്, പ്ലാസ്റ്റിക് ക്രയോൺസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൗട്ട് അടിക്കും ഏതെടുക്കണം എന്ന്, നമുക്ക് ഡൗട്ട് അടിക്കുന്ന രീതിയിൽ അത്രമാത്രം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രഷ് പെൻ അങ്ങനെയുള്ള മാർക്കേഴ്സ് അങ്ങനെയുള്ള എല്ലാം ഉണ്ടായിരുന്നേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനാണ് അത് നമ്മുടെ പെയിൻറ്റിൻ്റെ സെക്ഷനാണ്. അതും എല്ലാ കളേഴ്സിലുള്ള പെയിൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പുറമേ നിന്ന് ആ ഒരു കളേഴ്സ് അവിടെ എഴുതിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നോക്കി എടുക്കാമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള കളർ കിറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഫേബർ കാസ്റ്റലിൻ്റെ ഈ ഒരു കളർ കിറ്റ് 220 റുപ്പീസാണ്. പക്ഷേ അവിടെ നമുക്ക് 205 റുപ്പീസിന് നമുക്ക് കിട്ടുമായിരുന്നു. പലതരത്തിലുള്ള പല വലുപ്പത്തിലുള്ള ക്യാൻവാസ് ബോർഡ് നമുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡോംസിൻ്റെ ആർട്ട് കിറ്റ് ഉണ്ടായിരുന്നു. 350 ആണ്, പക്ഷേ നമുക്ക് 320 അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇവിടെ കളർ പെൻസിൽസ് എല്ലാം നല്ല വില കുറവാണ് കേട്ടോ. ഡോംസിൻ്റെ വാട്ടർ കളർ ഉണ്ടായിരുന്നു, 200 ആണ്, പക്ഷെ നമുക്ക് നല്ല വിലക്കുറവുണ്ടായിരുന്നു. അതിന് ഇപ്പം നമുക്ക് ഓരോടും തെർമോക്കോൾ ഷീറ്റൊന്നും കിട്ടില്ല കേട്ടോ, പക്ഷെ അവിടെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഇവിടെ ഡോംസിൻ്റെ ഈ ഒരു കളർ കിറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ആയിട്ട് ഐസ്ക്രീം, നമ്മുടെ പോപ്പ് സ്റ്റിക്സ് ഉണ്ടായിരുന്നു. അതും പല കളറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫോം ഷീറ്റിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ജൂട്ട് ത്രെഡ്, അതുപോലെ തന്നെ കുറേ നല്ല 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 ഗ്ലിറ്ററി ത്രെഡുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. റിബൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്തായിട്ട് കുറേ സിൽക്ക് ത്രെഡ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ക്വില്ലിംഗ് പേപ്പർ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എല്ലാം, ആ കമ്മൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അടുത്തായിട്ട് തന്നെ കുറേ ഗ്ലിറ്റർ ഉണ്ടായിരുന്നു. അതും ഗ്ലിറ്ററിൻ്റെ തന്നെ പല വലുപ്പത്തിലുള്ള ഗ്ലിറ്റർ ഉണ്ട്. അത് ചെറിയ വലുപ്പത്തിലുള്ളതും വലിയ വലുപ്പത്തിലുള്ളതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെ അടുത്തായിട്ട് ഇവിടെ ചെറിയ മിനിയേച്ചർ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും പല കോട്ട്സ് ഒക്കെ ഇങ്ങനെ അകത്ത് എഴുതിയിട്ടുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കുറേ ഡെക്കോ പീസ് ടിഷ്യൂസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ കുറേ എംബോസ് പെയിൻറ്റിങ് കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലായിടത്തും കിട്ടുന്നതല്ല, എങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ചെറുതും വലുപ്പത്തിലുള്ളത്, അതും ഭയങ്കര പ്രൈസൊന്നും ഇല്ല, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ പൗച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ നോട്ട് പാഡുകൾ, വലിയ നോട്ട് പാഡ്സ്, പിന്നെ കുറേ പെൻ, അതിപ്പോൾ നമ്മുടെ വലിയ വലിയ ബ്രാൻഡിൻ്റെ പാർക്കർ അങ്ങനെയുള്ള ബ്രാൻഡിനും പെന്നും സാധാ നോർമൽ പെന്നും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊന്നും അല്ല കേട്ടോ, ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് ഷോപ്പിൽ കാണിക്കാൻ. പക്ഷേ ഇപ്പം തന്നെ വീഡിയോ നല്ല ലെങ്തായി, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെച്ച് നിർത്തുന്നത്. അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഷോപ്പിൽ വരിക. കാരണം ട്രിവാൻഡ്രത്ത് പൊതുവേ ക്രാഫ്റ്റ് ഷോപ്പ് വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വരിക. അത്രത്തോളം പ്രൈസ് കുറവിലാണ് ഇവിടുന്ന് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. തീർച്ചയായും നിങ്ങൾ വരിക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ജിമെയിൽ ഐഡിയും ഇൻസ്റ്റഗ്രാം ഐഡിയും ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അതിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഒരുപാട് തെറ്റുകൾ കാണും, ഫസ്റ്റ് വ്ളോഗല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് എല്ലാം ശരിയാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.